ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിങ്ങനെ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കുന്നത് കൊണ്ട് ആരും എന്നെ ഒന്നും പറയില്ല കേട്ടോ. എനിക്കിങ്ങനെ ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ശ്വാസം മുട്ടില്ല. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാം എനിക്കും എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലാവരും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്നെ വാട്സപ്പിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് നമ്മൾ അടുപ്പമായിട്ട് കുറച്ച് അടുത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി അടുത്ത് പോയല്ലേ. എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ? ഞാനിന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ സപ്താഹമൊക്കെ ആയിരുന്നേ. ഞാൻ കരിഞ്ഞു പോയി വന്നപ്പോൾ. എന്തോ ഒരു വെയിലായിരുന്നു, ഭയങ്കര വെയിൽ കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നടക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പായസമൊക്കെ കൂട്ടി 2 പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അമ്മയുടെ അവിടെ എന്തോ അങ്ങനെ ഒരു പായസം ഉണ്ടായിരുന്നു. പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു. ഇന്ന് രുക്മിണി സ്വയംവരമാണ്. പക്ഷേ രുക്മിണി സ്വയംവരം രാത്രിയിലാണ്. അത് ഞാൻ അത്ര നേരം ഒന്നും സമയം എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്കിവിടെ തിരിച്ചു വന്നിട്ട് ഓയിലിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, ഓയിൽ പായ്ക്കാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം സോപ്പിട്ട് കഴുകി. രാവിലെ ഞാൻ ഓയിൽ തേച്ചിട്ടാണ് കുളിക്കാൻ പോയത്. മുടിയൊക്കെ കെട്ടിവെക്കാൻ. നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് കിടക്കാം. പക്ഷേ ഇന്നുണ്ടല്ലോ, ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിൻ്റെ അടുക്കള നമ്മുടെ ഇവിടെ തൊട്ട് താഴെ. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ പറയാൻ വന്നേ. അപ്പോൾ എൻ്റെ തൈരെന്ന് പറയുന്ന ഒരു സാധനമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ എന്താണെന്നും ശുഭ നായർ വ്ളോഗിനെ ലോകം അറിഞ്ഞത്. എന്നെ ഇപ്പം വാട്സപ്പിൽ ഇത്രയും പേര് എൻ്റെ അടുത്ത് വരുന്നതും എന്നെ ഇത്രയും ജനങ്ങൾ അറിഞ്ഞതും ആ തൈരിൻ്റെ വീഡിയോയിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ തൈരിനെ അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. തൈരും പാലുമാണ് എൻ്റെ മുഖത്തെ എല്ലാം, എൻ്റെ സ്കിന്നിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ പായ്ക്കുകൾ ഏതിട്ടാലും ഞാൻ തൈരോ പാലോ അതിനകത്ത് മിക്സാക്കും. നിങ്ങൾക്കറിയാവുമല്ലോ, നിങ്ങളോട് പറയാത്തതും നിങ്ങളെ ചെയ്ത് കാണിക്കാത്തതുമായ ഒരു പായ്ക്കുകളോ ഫേഷ്യലോ എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്കതറിയാലോ. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഇന്നത്തെ എനിക്ക് എന്താണേലും എനിക്കൊരു പായ്ക്കിടാതെ എനിക്കൊരു പറ്റത്തില്ല. അതുപോലെ വെയിൽ. ഇന്ന് അങ്ങോട്ട് ഞാൻ പോയപ്പം 10:30, ഇങ്ങോട്ട് ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പം 2:30. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ശകലം വെയിൽ കുറവുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഭയങ്കര വെയിൽ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനൊരു ഓട്ടോയിലങ്ങ് പെട്ടെന്ന് പോയേനെയും. പക്ഷെ നമുക്ക് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്, അതിലേ കയറി നമ്മളങ്ങ് പോയി. അവിടെ വന്നു കഴിഞ്ഞ ഉടനെ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, ശുഭ ഷോർട്സ് ഇട്, ഹസ്ബൻഡുമായിട്ട് ഷോർട്സ് ഇട്. ഹസ്ബൻഡിന് എൻ്റെ പൊന്നു കുഞ്ഞായി ഇവിടെ ഇരിക്കുന്ന സമയം ഒരുപാട് പണികളുണ്ട്. ഒരു വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം ഇങ്ങനെ പോവാനായിട്ട്. പിന്നെ വരുമ്പം രാത്രിയൊക്കെ ആകത്തില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യാനൊന്നും ഒരു ടൈമൊന്നുമില്ല. ആ സമയങ്ങളിൽ ഞാനും ലൈവ് വന്നിട്ടില്ല, ഞാനും വീഡിയോ കുറച്ചിട്ടൊക്കെ ഉണ്ട്. ഇല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം അപ്പം കിട്ടത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങളില്ലേ. ഇപ്പം ഇപ്പോൾ ഈ ഓയിലിൻ്റെ വർക്ക് ഇങ്ങനെ നിൽക്കുന്നതും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ബോക്സ് തയ്യാറാക്കി എല്ലാം കുറേ അധികം ബോക്സ് തയ്യാറാക്കി വെച്ചിട്ട് തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങനെ പറ്റത്തില്ലാത്തവണ്ണം അങ്ങനെയൊക്കെ വെച്ച് തന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഷോർട്സൊക്കെ ഇടാനായിട്ട് അവിടെ ഒരു ഇതാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം കേട്ടോ. ഇഷ്ടമായാൽ കമൻ്റൊക്കെ ഇടണം കേട്ടോ. നിങ്ങളെന്താ, ഞാൻ വീഡിയോ ഇട്ടാലും ഷോർട്സ് ഇട്ടാലും നിങ്ങളെല്ലാവരും ഓടി ഒന്ന് വാട്സപ്പിൽ വന്ന് കമൻ്റ് ഇടുന്നത്? അങ്ങനെയാണോ? എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കമൻറ്റ് വീഡിയോയുടെ അടിയിലല്ലേ കമൻ്റ് ഇടുന്നത്? നിങ്ങളെന്താ അങ്ങനെ? എല്ലാവരും വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുക, ഷോർട്സിലൊക്കെ അവിടെ തന്നെ കമൻ്റ് ഇടുക. നിങ്ങൾ ഓടി വന്ന് ഇപ്പോൾ എനിക്ക് 2-3 കുറേ ഇപ്പം ഞാൻ വാട്സപ്പിൽ നോക്കിയിട്ടാണ് ഇപ്പം തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത്. ഇപ്പം എനിക്ക് ശുഭേ നല്ല സൂപ്പറായി എന്നും പറഞ്ഞുകൊണ്ട് ഒരു
സായി പല്ലവിയുടെ ഒരു ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് അവിടെ തന്നെ ഇടുക, ഷോർട്സിൽ തന്നെ കമൻറ്റ് ഇടുക, എല്ലാവരും കാണട്ടെ. ഇത് ഞാൻ മാത്രം കണ്ടാൽ മതിയോ? എല്ലാവരും കാണട്ടെ, നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാം കാണട്ടെ. കമൻസ് അതിനകത്തിട്, ഇതിനകത്ത് പേഴ്സണലി വന്ന് കമൻറ്റ് ഇടാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതൊക്കെ പോട്ടെ, എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഓയിൽ ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഒരു 5-6 ദിവസം ഓയിൽ കയ്യിലെത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാൻ മടിക്കല്ലേ കേട്ടോ, വാട്സപ്പിൽ വന്ന്. പിന്നെ പുതിയ ഫോണൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടു ഇന്നലെ. പക്ഷേ പുതിയ ഫോണിലല്ല, അതൊക്കെ ഞാനൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പഴയ ഫോണിൽ തന്നെയാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് വെട്ടത്തിൻ്റെയൊക്കെ കുറവ് അങ്ങനെയൊക്കെയല്ലേ വരുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ മേലാഴികയോ ഉണ്ടോ? അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റുകളോ ഞാൻ ട്യൂബ് ലൈറ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല. എനിക്കിങ്ങനെ നമ്മുടെ അവിടുന്ന് വരുന്ന നമ്മുടെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒരു വെട്ടം, ആ വെട്ടത്തിലാണ് ഞാൻ വീഡിയോ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഫോണ് 2-3 ദിവസത്തിനുള്ളിൽ ഫോണിൻ്റെ എല്ലാം ശരിയാക്കിയിട്ട് ആ ഫോണിൽ വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ പറയത്തില്ല, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. അതിൻ്റെ അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പം ഇന്ന് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താണ് നിൻ്റെ ഫേസിൽ ഇടാൻ പോകുന്നത്? നമ്മുടെ തൈര്, മിൽമയുടെ തൈര്. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. ഇങ്ങനെ ചില സമയങ്ങളിൽ ഞാൻ 2 കവർ പാലൊക്കെ മേടിച്ച് ഒഴിച്ച് വെക്കും. ചില സമയങ്ങളിൽ മറന്നു പോകും. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഉള്ള കാര്യമാണ് പാലും തൈരും. എനിക്കത് എപ്പോഴും വേണം. എനിക്ക് ചിലപ്പോൾ കുറച്ചെടുത്തങ്ങ് കുടിക്കാൻ തോന്നും. അപ്പോൾ എനിക്ക് കുറച്ച് കുടിക്കണം, കുറച്ച് മുഖത്തെല്ലാം തേക്കണം. അങ്ങനെ ഒത്തിരി ഇവിടെ മൂടൽ വന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഇപ്പോഴത്തെ ഈ ഒരു ഡ്രൈ സീസണിൽ ഒരു കാറ്റും, ആ കാറ്റാണ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഈ ഒരു സീസണിലാണ് നമുക്ക് മുഖത്ത് നന്നായിട്ട് ചുളിവുകളും നമ്മുടെ ലാഫിങ് ലൈൻസ് എന്നൊക്കെ പറയുമല്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ ലൈൻ വരുന്നത്, ഇവിടെ കണ്ണിൻ്റെ അടി ചുളിവ് പോലെ വരുന്നത്, ഇതെല്ലാം ഈ ഒരു സീസണിലാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. ഈ ഒരു സീസണിൽ ഞാനൊരു 2-3 മാസം മുന്നേ നമ്മുടെ ഈ ഒരു സീസണിൽ തേക്കാൻ പറ്റുന്നത് മുഖത്തിന് നറിഷ്മെൻറ്റ് കിട്ടാൻ, മുഖത്തിന് ഒരു മുഖത്തിനെ ടൈറ്റാക്കാൻ, മുഖത്തിന് അങ്ങനെയുള്ള ചുളിവുകൾ വരാതെ ഇരിക്കാൻ, ഒക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2-3 മാസമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇനി ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല. നമ്മുടെ തൈര് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഫേസിലിടാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്നും നമുക്ക് തൈരെടുക്കുമ്പോൾ, കറി വെക്കാൻ എടുക്കുമ്പോഴോ, കുമ്പളങ്ങായും വെള്ളരിക്കായും അങ്ങനെ ഏത്തപ്പഴം ഒക്കെ ഇട്ട് നമ്മൾ കറി വെക്കാൻ എടുക്കത്തില്ല. ആ ടൈമിലൊക്കെ നമ്മൾ മിക്സിയിൽ അടയ്ക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കട്ട തൈരെടുത്ത് നമ്മുടെ ഫേസിലോട്ട് അങ്ങ് തേച്ച് നോക്കിക്ക്. നമുക്ക് എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ എൻ്റെ കൈ വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത്രയും നമുക്കെടുത്താൽ മതി. അപ്പോൾ തൈര്, പാല് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ ഫേസിലും നമുക്ക് ഏതൊരു പായ്ക്കിനകത്തും ഈ 2 സാധനം ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മസാജ് കൊടുക്കുക. കുറച്ചും കൂടെ ശക്കലം കൂടെ എടുക്കുക.
നമ്മൾ നല്ലൊരു നെയ്യെടുത്തോ അല്ലെങ്കിൽ നല്ല സൂപ്പർ ഒരു മോയ്സ്ചറൈസർ എടുത്തോ ഒക്കെ നമ്മുടെ മുഖത്ത് ഒന്ന് നല്ലതായിട്ട് ഒരു മോയ്സ്ചറൈസർ എടുത്ത് തേക്കുന്നതിൻ്റെ 4 ഇരട്ടി ഒരു ഫലമാണ് നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് കട്ടത്തൈര്, പുളിക്കാത്ത കട്ടത്തൈര് എടുത്തൊന്ന് മസാജ് ചെയ്ത് വിടുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കുറേ ദിവസം ഒന്ന് അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കി. നമ്മുടെ ഓയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തൈര്, അതായത് ഈ ഒരു ഡ്രൈ സീസൺ മാറുന്നിടം വരെ, ഒരു മഴക്കാലം ഒരു തണുപ്പുമൊക്കെ വന്ന് ഒരു വെയിലുമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നിങ്ങളുടെ മുഖത്ത് എന്നും ഏതെങ്കിലും ഒരു ടൈമിൽ, അല്ലാതെ ഇപ്പം രാവിലെ വേണോ ഉച്ചയ്ക്ക് വേണോ ഇങ്ങനെ ഒന്നും ആരും ബേജാറാവണ്ട, ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ തൈര് കിട്ടുവാണെങ്കിൽ ആ തൈര് വെറുതെ ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജും കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന മാറ്റം, നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു ഗ്ലോ നിങ്ങൾക്ക് വരും. നമ്മുടെ ഓയിൽ തേച്ച് ഒരു 5 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലേ? എല്ലാവർക്കും നല്ല കളർ വരുന്നുണ്ട് ഇല്ലേ? ആർക്കെങ്കിലും കളർ വരാത്തതുണ്ടോ നമ്മുടെ ഓയിൽ തേച്ചിട്ട്? അതുപോലെ തന്നെ ഒരു സാധനമാണ് നമ്മുടെ ഈ തൈരും. നമ്മുടെ തൈരും ഒന്ന് അടുപ്പിച്ച് നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഡ്രൈ സീസൺ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസൺ ഭയങ്കര കാറ്റ്, ഭയങ്കര വെയിൽ, ഭയങ്കര ഒരു പ്രകൃതി മുഴുവൻ ഒരു ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഇഷ്ടംപോലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയും ഹീറ്റാകുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൈര് കുറച്ചെടുത്ത് നമ്മുടെ മുഖത്ത് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമോ, ഒന്ന് കണ്ണടച്ച് കിടക്കുകയോ ഒക്കെ ചെയ്യാം. എനിക്ക് കണ്ണടച്ച് കിടക്കാൻ നേരമില്ല, കുട്ടികളെ, കുഞ്ഞുങ്ങളെ, അമ്മമാരെ, ചേച്ചിമാരെ കണ്ണടച്ച് കിടക്കാൻ നേരമില്ല. ഇനി താഴ്ച നിന്നിട്ട് ഒത്തിരി പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കഴുകിക്കണയ്ക്ക്. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നമ്മുടെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ, ചിക്കൻ പോക്സ് വന്ന വരെ പാട് വരെ തൈര് കൊണ്ട് മാറും എന്ന് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഗ്ലോ വരാൻ നമുക്കതാണ് വേണ്ടത്. എന്തിനാണ് നമ്മുടെ മുഖത്ത് ഇതുപോലെ ഗ്ലോ വരുന്നത്? ഗ്ലോ വന്നാലേ ഉള്ളൂ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതെയും പാടുകൾ വരാതെയും നമ്മുടെ സ്കിന്നിനെ നറിഷ്മെൻ്റ് ആക്കി നല്ല നനഞ്ഞ് ഗ്ലോ ആക്കി വെക്കണം. ഗ്ലോ ആക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചുളിവുകൾ വരാതിരിക്കത്തുള്ളൂ. ചുളിവുകൾ വരാതിരുന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല പട്ടുപോലെ സുന്ദരമായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് 10 മിനിറ്റ് ഒന്ന് ഇരുന്നൊന്ന് ഉണങ്ങട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരാവേ. ഇത് കണ്ടോ, മുഖത്തിന് നല്ലൊരു മാറ്റം വരുന്ന കണ്ടോ? നമ്മൾ ഇപ്പം ഒരു നല്ലൊരു ഗ്ലോ വരുന്ന പോലെയാണ് കണ്ടോ? ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി നിന്ന് കാണിക്കാവേ. പെട്ടത്തോട്ട് നമ്മുടെ പാർലറിനകത്ത് ഇത് കണ്ടോ, ഒറിജിനൽ ഒരു മാറ്റം വരുന്ന കണ്ടോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, നല്ല സൂപ്പർ കാര്യമാണ് തൈരെന്ന് പറയുന്നത്. എൻ്റെ ക്യാമറയിൽ പോലും, ക്യാമറ ഒന്ന് തുടച്ചിട്ട് വരാം കേട്ടോ. ക്യാമറയിൽ എണ്ണമയം എന്തോ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടോ നല്ലൊരു മാറ്റം കണ്ടോ? ഫേസിൽ നന്നായിട്ട് നല്ല മാറ്റം വരും. നിങ്ങളെല്ലാവരും തൈര് വെറുതെ മുഖത്തിടുക, ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ, വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു സീസണിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെറുതെ നമ്മുടെ ഓല് രാവിലെ തേക്കുന്നില്ലേ എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഖത്ത് ഒരിച്ചിട്ട് തൈര് തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വെറുതെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളയുക. മുഖത്തിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് വൈകിട്ട് രാത്രി 9 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും വരണം. പണിയൊക്കെ തീർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുക, കഴിക്കാൻ പോവുക എന്നൊന്നും ആരും പറയല്ല. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കിടന്നിട്ട് പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.